നമ്മുടെ ഈ വർഷത്തെ ഈസ്റ്ററിന്റെ ഒരുക്കങ്ങൾ ആസ് യൂഷ്വൽ പള്ളിയിൽ പോവും. അത് മുടങ്ങാതെ എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. എല്ലാ ഫാമിലി ആയിട്ട് മോളും അന്നയൊക്കെ വരും. എല്ലാവരും ഉണ്ടാവും. അമ്മ ഉണ്ടായിരുന്ന കാലത്ത് കുറച്ചും കൂടി വിപുലമായിട്ടായിരുന്നു. കാരണം എപ്പോഴും മാതാപിതാക്കളുള്ള കുടുംബത്തിൽ ഇത്തിരി കൂടി കർശനമായിട്ടുള്ള സ്പിരിച്വൽ കാര്യങ്ങളിൽ ഇതുണ്ടാവില്ല. അപ്പൊ അമ്മയുള്ള കാലത്ത് ബ്രദേഴ്സ് എല്ലാം വരും. അപ്പോൾ പലരും പല സ്ഥലത്താണ്. മദ്രാസിൽ താമസിക്കുന്നുണ്ട്, തൃശ്ശൂരുണ്ട്, ചാലക്കുടിയിലുണ്ട്. അങ്ങനെ എല്ലാ ബ്രദേഴ്സും ഒരു സിസ്റ്റർ ഉണ്ട് എനിക്ക്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ആഘോഷിക്കലാണ് ക്രിസ്മസും ഈസ്റ്ററും എല്ലാം അങ്ങനെയാണ്. അപ്പോൾ അമ്മ മരിച്ചിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ്. അപ്പോൾ അമ്മ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ വരവ് കുറഞ്ഞ് എല്ലാവരും അവരുടേതായ ഒരു സെറ്റപ്പിൽ ആഘോഷങ്ങളിലേക്ക് പോയി. പാരൻസ് ഉണ്ടെങ്കിലും മാതാപിതാക്കൾ ഉണ്ടെങ്കിലാണ് മക്കളെല്ലാം ഓടി വരുന്നത്. അപ്പൊ അതിന്റെ ഒരു കുറവുണ്ട്. എങ്കിലും ഞങ്ങളുടെ ചെറിയ കുടുംബം അന്നയും സൂസന്നയും ഞാനും വൈഫും അടങ്ങിയ ഒരു ഫാമിലിയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം അന്ന ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ കൽക്കിയിലൊക്കെ നല്ല അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഇപ്പൊ അതിനൊക്കെ എങ്ങനെയാണ് സജഷൻസ് എടുക്കുമോ അതോ അല്ല? ഈ പ്രോജക്റ്റുകൾ വരുമ്പോ ഇപ്പൊ ചിലത് എന്നെ വിളിച്ചിട്ട് വരുന്ന പ്രോജക്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് മാനേജർ വഴി വരുന്നുണ്ടാവും. അപ്പോൾ സബ്ജക്റ്റ് കേട്ടിട്ട് അവര് നേരിട്ട് എന്നെ അന്നയായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു നരേഷൻ പറയും. അങ്ങനെയാണ് പ്രോജക്റ്റുകൾ എടുക്കുന്നത്. എല്ലാവരും ഒരു കലാകാരന്മാരും കലാകാരികളല്ലേ. അപ്പൊ എനിക്ക് ഒരു ഡൗട്ട് ചോദിക്കാം കേട്ടോ. എന്റെ ഒരു ക്യൂരിയോസിറ്റിക്ക് ഞാൻ ചോദിക്കുകയാണ്, ചേച്ചി എന്തെങ്കിലും ആക്ടിവിറ്റീസ് കലാപരമായിട്ട് വരയ്ക്കും? പുള്ളിക്കാരി നന്നായിട്ട് വരയ്ക്കും. പിന്നെ പാട്ടൊക്കെ അത്യാവശ്യം പാടും. പിന്നെ ഏറ്റവും കൂടുതൽ സിനിമ ക്രൈസ് ഉള്ളത് ഞങ്ങളുടെ വീട്ടില് വൈഫിനാണ്. ഭയങ്കര സിനിമ പ്രേമി. എന്നേക്കാൾ കൂടുതൽ സിനിമ കാണുകയും ടിവിയിലും മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ സിനിമാ വിശേഷങ്ങളൊക്കെ നോക്കി വെക്കുന്നതൊക്കെ വൈഫാണ്. ഞങ്ങള് കാണാത്ത പോലും പുള്ളിക്കാരത്തി പറയും ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. അതാണ് ആ ഒരു സപ്പോർട്ട്. അങ്ങനെയാണ്. അപ്പൊ ആ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ്. നമ്മുടെ ഈ ഒരു ഞാറയ്ക്കൽ ബേസ് ചെയ്തിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാ മൂവികളിലും ഇവിടെ ഉള്ള ആൾക്കാരും ഇവിടെ പ്രതിനിധീകരിച്ചിട്ടൊക്കെയാണ് ഓരോരോ കാര്യങ്ങൾ നമ്മുടെ റൈറ്റിങ്ങിലും എല്ലാത്തിലും വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു വൈബ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്? നമ്മളെപ്പോഴും ഏത് എഴുത്തുകാരനും അയാളുടെ ചുറ്റുപാടുകൾ, അയാളുടെ ജീവിത സാഹചര്യങ്ങൾ, അയാൾ കടന്നു വന്നിട്ടുള്ള വഴികളിലൂടെയാണ്, നമ്മളുടെ അനുഭവങ്ങളിലൂടെയാണ് കഥാപാത്രങ്ങളെ നമുക്ക് കിട്ടുന്നതും. നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിട്ടുള്ളവരായിരിക്കും പലപ്പോഴും. അത് ഒരു റോ മെറ്റീരിയലാണ് ശരിക്കും പറഞ്ഞാൽ. അത് അതേപടി നമ്മൾ ഡോക്യുമെൻ്ററി പോലെ പറിച്ചു നടുകയല്ല. നമ്മളെ സ്പാർക്ക് ചെയ്യുന്ന എന്തെങ്കിലും സ്വഭാവ സവിശേഷതകളുള്ള കഥാപാത്രങ്ങളായിരിക്കും. അപ്പോൾ എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ഈ ഗ്രാമപ്രദേശമായതുകൊണ്ട് ഇവിടെ വൈവിധ്യമാർന്ന ഒരുപാട് സ്വഭാവ സവിശേഷതകളുള്ള ആൾക്കാർ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞിക്കൂനിലെ ക്യാരക്ടർ ആയാലും ചാന്തുപൊട്ടിലെ രാധയിലൊക്കെ ബേസിക്കലി അതൊരു ഡ്രാമ ആയിരുന്നല്ലോ പണ്ട്. രാജൻ പി ദേവങ്ങളുടെ ഒക്കെ കൂടെ അല്ലേ ആ ഒരു തുടക്കം. അതൊക്കെ എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അല്ല, അത് ഞാൻ പല ഇന്റർവ്യൂ പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ കൂടെ സഹപാഠിയായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാർത്തികേയൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ പഠിച്ച സഹപാഠിയാണ്. അവൻ്റെ ഒരു കാരിക്കേച്ചറാണത്. അവന് ഈ ചാന്തുപൊട്ടിൽ അപ്പൊ അവന് ഇത്തിരി സ്ത്രൈണതയുള്ള സ്വഭാവം ഒക്കെ ഉള്ളതാണ്. അപ്പൊ ആ ഒരു ഇൻസ്പിറേഷനിൽ നിന്നാണ് നമ്മള് ചിന്തിക്കുമ്പോൾ നമുക്ക് അതിലുള്ള ഓരോ സിനിമയിലെ ഓരോരോ ഡയലോഗ് ഇപ്പോഴും പറയും എന്തിടോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇപ്പോഴും ചിരിക്കുമല്ലേ. അപ്പൊ അതൊരു വലിയൊരു ലെജൻഡാണ്. അതൊക്കെ നമുക്കിപ്പോ കൂടി സംസാര മധ്യ ഒരു ആള് പറഞ്ഞു, എന്തൊരു വിഷയം പറഞ്ഞപ്പോ റോസിക്ക് താല്പര്യം മാറിക്കോളും. അപ്പൊ അതുപോലെ തന്നെ ചില ഡയലോഗുകളൊക്കെ ഇപ്പോഴും ഒരു ട്രോള് പോലെയും തീർച്ചയായിട്ടും വരുന്നുണ്ട്. അത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മള് ഒരു സാന്ദർഭികമായിട്ട് എഴുതിയ ഒരു കഥാപാത്രത്തിന്റെ ഡയലോഗുകൾ ഇപ്പോഴും പലരും എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ എന്ന് പറഞ്ഞ രാഷ്ട്രീയത്തിൽ പോലും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ജൂനിയർ മാൻഡ്രേക്കിലെ ആ തല വെച്ചിട്ടുള്ള ചിരിച്ചുകൊണ്ട് കൊടുക്കണം അങ്ങനെയൊക്കെ. അതൊക്കെ ശരിക്കും ഞാൻ എന്റെ ഇതിൽ ചോദിക്കട്ടെ, അതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വരുമോ? അല്ല, അത് നമ്മൾ ഈ എഴുത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്, നമ്മൾ പർപ്പസ് ആയിട്ട് ചെയ്യുന്നതല്ല. ഇതെല്ലാം പിന്നീട് ചിന്തിക്കുമ്പോൾ നമ്മൾ ഇതെങ്ങനെ വരുന്നു എന്ന് നമുക്ക് തന്നെ അറിയില്ല. ആ പടമൊക്കെ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഇതില്ല. ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും ഫണ്ണൊക്കെ പറയും, ചിരിച്ചോണ്ട് കൊടുത്തോ പൊക്കോളും എന്ന് പറയൂലോ. അങ്ങനെ അപ്പൊ ഈ കുഞ്ഞിക്കുഞ്ഞിനും അതുപോലെ ആയിരുന്നു. അതെ, കുഞ്ഞിക്കുഞ്ഞിനും അതുപോലെ നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരു ക്യാരക്ടറിന്റെ സ്വഭാവം കണ്ടിട്ട് അതിൽ നിന്ന് പിന്നീട് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് കാണുമ്പോൾ തന്നെ അത് സിനിമയാക്കാന്നുള്ള ചിന്തയൊന്നുമില്ല. നമ്മളൊരു സംഭവമായിട്ട് ആലോചനയിൽ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേകതയുള്ള
ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കണം, ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കണം എന്നുള്ള ചിന്തയിൽ നിന്ന് ഇവരൊക്കെ അറിയാതെ മനസ്സിലേക്ക് വരുന്നതാണ്. പിന്നെ എപ്പോഴും ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കഥ പറയുന്നത് കുറവാണല്ലോ. ഹീറോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നന്മയും ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ ഉള്ള. അപ്പൊ അതിൽ നിന്ന് വിഭിന്നമായ ഇങ്ങനെയുള്ളവരുടെ ജീവിതവും പറയണമല്ലോ, അവർക്കും കഥയുണ്ടല്ലോ എന്നുള്ള ചിന്തയിൽ നിന്നാണ് അത് നാടകമായിരുന്നു. അത് വികലാംഗ വർഷം എന്ന് പറഞ്ഞ പേരിലുണ്ടായിരുന്ന ഒരു നാടകമായിരുന്നു. ഞാൻ തന്നെ എഴുതി. അതുപോലെ ഞാൻ ചാന്തുപൂട്ടില് ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. അറബിക്കടൽ അത്ഭുത വിളക്കുന്നായിരുന്നു അതിന്റെ പേര്. രാജംപിതാവിന്റെ ട്രൂപ്പ്. ദിലീപിന്റെ റോള് ഞാനാണ് നാടകത്തിൽ ചെയ്തത്. അത് ഞാൻ അറിഞ്ഞു. അപ്പൊ അതൊക്കെ എങ്ങനെയായിരുന്നു അത് അഭിനയിക്കുമ്പോ? അത് അഭിനയിക്കുമ്പോ ഇതുപോലെ തന്നെ നല്ല നാടകം കഴിഞ്ഞു വരുമ്പോ ആൾക്കാർ വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുക, എല്ലാ കോമഡികളൊക്കെ പറഞ്ഞ് വരികയും ചെയ്യായിരുന്നു. അതിലും ഇതുപോലെ ആ ക്യാരക്ടർ ഡബിൾ റോളായിരുന്നു നാടകത്തിൽ. മറ്റേ ബിജു മേനന്റെ ക്യാരക്ടർ ഉണ്ടല്ലോ സിനിമയില്, അതിന് പകരം ഞാൻ തന്നെയാണ് രണ്ടാമത്തെ റോളും നാടകത്തിൽ. അത് ബാംഗ്ലൂർ ബേസ് ചെയ്തായിരുന്നു, ഗോവയല്ല. ഫസ്റ്റ് ഹാഫ് കടപ്പുറവും സെക്കൻഡ് ഹാഫ് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ട് ഈ ക്യാരക്ടറിന്റെ തന്നെ വേറെ രൂപത്തിലുള്ള ആളെന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ചെയ്തത്. അതിന്റെ ഫസ്റ്റ് ഹാഫ് മാത്രം എടുത്തിട്ടാണ് നമ്മൾ സിനിമ മൊത്തത്തിലാക്കിയത്. നമ്മുടെ സിനിമയിലൊക്കെ ഇപ്പൊ കഥ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, കല്യാണരാമൻ, മേരിക്കൊണ്ടിരിക്കും, ഇതിലൊക്കെ ഡയലോഗ്സിനും ഭയങ്കര കോമഡി കൊടുത്തോണ്ടാണല്ലോ. അപ്പൊ നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്നുണ്ട്. അത് ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴും നമ്മൾ ആ ഡയലോഗ് കണ്ട് ചെയ്തായിരിക്കും നമ്മൾ കൂട്ടുകാരന്മാരോടൊക്കെ സംസാരിക്കുന്നത്. അപ്പം അതെങ്ങനെയാണ് അങ്ങനെ ഡയലോഗും ഈ കഥയിൽ എല്ലാത്തിലും ഒരു ഫണ്ട് കലർത്തി ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നതിൻ്റെ ഒരു കുട്ടൻസ്? അതെൻ്റെ ഒരു ബേസിക് ക്യാരക്ടർ, നമുക്കൊരു നർമ്മം നമ്മുടെ മനസ്സിൽ വേണം. അപ്പം ഞാൻ പുറമേ സീരിയസ് ആയിട്ട് പലർക്കും തോന്നുമെങ്കിലും ഞാൻ അത്യാവശ്യം കൂട്ടുകാരുടെ ഇടയിലും വീട്ടുകാരുടെ ഇടയിലൊക്കെ എന്തെങ്കിലും കൗണ്ടർ ഡയലോഗുകൾ വായിൽ തമാശ വരും മറുപടിയായിട്ട്. അത് വീട്ടിൽ പിള്ളേർക്ക് അറിയാം, വൈഫിനൊക്കെ അറിയാം. ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് എന്തെങ്കിലും ഒരു മറുപടി അതിൻ്റെ അകത്ത് തമാശ രൂപേണ ഞാൻ വിമർശിക്കാറുള്ളൂ. എന്തെങ്കിലും ഒരു കുറ്റപ്പെടുത്തേണ്ട ഒരു അവസ്ഥ വന്നാൽ പോലും ഞാനത് തമാശ രൂപയിലെ ഫണ്ണായിട്ട് അവതരിപ്പിക്കാറുള്ളൂ. ആ കുറ്റം പറിച്ചിട്ട് വീട്ടില് വഴക്കൊക്കെ പറയുമ്പോൾ എളുപ്പമല്ലേ, പപ്പയെ കുഴപ്പമില്ലാന്ന് പറഞ്ഞ സെറ്റല്ലേ? വഴക്ക് പറയുന്നത് പോലും ഒരു തമാശ രൂപേണ ഞാൻ പറയാറുള്ളൂ പിള്ളേരോടൊക്കെ, കളിയാക്കിയിട്ടൊക്കെ പറയും. അപ്പൊ അവർക്ക് മനസ്സിലാവും അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ബേസിക് ക്യാരക്ടർ ഉണ്ട്. അപ്പൊ ഈ തമാശ എഴുതുമ്പോൾ അങ്ങനെയുള്ള ഒരു ബേസിക് നമുക്ക് നർമ്മത്തിനോടുള്ള ഒരു ഇഷ്ടവും നമുക്കറിയാതെ ഒരു നർമ്മം വരുന്ന ഒരു ജനറ്റിക്കായിട്ട് കിട്ടുന്ന ഒരു സംഭവം ഉണ്ടാകണം, എന്നാലേ നർമ്മം എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് എനിക്ക് എഴുതുമ്പോൾ അത് അങ്ങനെ നർമ്മത്തിൽ മറുപടി പറയാനായിട്ട് എനിക്ക് എഴുത്തിൽ വരുന്നുള്ളൂ. സീരിയസ് ആയിട്ടുള്ള വിഷയം പോലും ആ ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സിറ്റുവേഷൻ അവതരിപ്പിച്ചതിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു നർമ്മത്തിലേക്ക് അത് ട്വിസ്റ്റ് ചെയ്ത് പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് അത്തരം ഒരു കല്യാണം മുടങ്ങി നിൽക്കുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയം ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ എന്തിനു വേണ്ടി തിളക്കുന്ന സാമ്പാർ ഒരു ചിരിയിലേക്ക് പോകുന്നു. അതെ, പിന്നെയും വരുമ്പോ വീണ്ടും കോമഡി. വെൽക്കം എന്നൊക്കെ എഴുതിയിരിക്കുന്ന എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. വെൽക്കം എന്തിനാ ഇത് എന്നൊക്കെ ചോദിക്കില്ലേ? അതൊക്കെ ഇപ്പോഴും നമ്മൾക്കാണെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴും ഇങ്ങനത്തെ ഉള്ള കോമഡികളാണ് പെട്ടെന്ന് ആ സിനിമയിൽ എടുക്കാം, ഈ സിനിമയിൽ എടുക്കാം.